വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിൽ പ്രതി അഫാനുമായി പോലീസ് തെളിവെടുപ്പ് നടത്തുന്നു. വെഞ്ഞാറമൂട് ചുറ്റിക വാങ്ങിയ കടയിൽ അഫാനെ എത്തിച്ചു. കടയുടമ അഫാനെ തിരിച്ചറിയുകയും ചെയ്തു. വിവരങ്ങളുമായി ഇപ്പോൾ കമലേഷ് ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. കമലേഷ്, ഇന്നലെ പോലീസിനോട് ഇയാൾ വെളിപ്പെടുത്തിയത് വളരെ ഞെട്ടിക്കുന്ന ചില കാര്യങ്ങളാണ്. വളരെ കൃത്യമായ ആസൂത്രണം ഉണ്ടായിരുന്നു കുടുംബാംഗങ്ങളെ കൊലപ്പെടുത്താൻ. ചുറ്റിക കൊണ്ടു നടന്നാൽ ആരും സംശയിക്കില്ല എന്ന് തന്നെയായിരുന്നു അഫാൻ പോലീസിനോട് പറഞ്ഞതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ് ഇന്നിനി കടയിൽ അടക്കം തെളിവെടുപ്പ് നടത്തുന്ന സാഹചര്യമുണ്ട്. കടയുടമ അഫാനെ തിരിച്ചറിയുകയും ചെയ്തു. എന്താണ് കൂട്ടിച്ചേർക്കാൻ കഴിയുന്ന ഏറ്റവും പുതിയ കാര്യങ്ങൾ? സിജു, ഇപ്പോൾ ഈ അഫാനുമായുള്ള തെളിവെടുപ്പ് പൂർത്തിയായി കഴിഞ്ഞു. തിരിച്ച് പാങ്ങോട് പോലീസ് സ്റ്റേഷനിൽ പ്രതിയെ എത്തിച്ചിട്ടുണ്ട്. ഇന്നാണ് അഫാന്റെ കസ്റ്റഡി കാലാവധി അവസാനിക്കുന്നത്. ഇന്ന് വൈകിട്ട് 4 മണി വരെയാണ് കസ്റ്റഡി കോടതി അനുവദിച്ചിട്ടുള്ളത്. ഏതായാലും 4 മണിക്ക് മുൻപായി പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. ഇന്ന് പ്രധാനമായും ഈ വെഞ്ഞാറമൂട് ടൗണിലെ ഈ ചുറ്റിക വാങ്ങിയ കടയിൽ എത്തിച്ചാണ് തെളിവെടുപ്പ് നടത്തിയത്. അതോടൊപ്പം തന്നെ ഈ പിതൃമാതാവ് സൽമ ബീവിയെ കൊലപ്പെടുത്തിയ ശേഷം അവരുടെ മാല കൈവശപ്പെടുത്തിയിരുന്നു. ആ മാല പണയം വെച്ച കടയിലെത്തിച്ചും തെളിവെടുപ്പ് നടത്തി. അതോടൊപ്പം ഈ കടയുടമ, അതായത് ചുറ്റിക വാങ്ങിയ കടയിലെ കടയുടമ പ്രതിയെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നതാണ് മറ്റൊരു കാര്യം. അതോടൊപ്പം ഈ ചുറ്റിക ഒളിപ്പിക്കാനായി ഒരു ബാഗ് വാങ്ങിയിരുന്നു. ഈ ബാഗ് വാങ്ങിയ കടയിലെത്തിച്ചും തെളിവെടുപ്പ് നടത്തി. അതിനുശേഷം മറ്റ് 2 ഇടങ്ങളിലായി പോലീസ് വാഹനം നിർത്തി പ്രതിയോട് ചില കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു. ഏതായാലും വളരെ പെട്ടെന്ന് തന്നെ ഇന്നത്തെ തെളിവെടുപ്പ് പൂർത്തിയാക്കി തിരികെ പ്രതിയെ സ്റ്റേഷനിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഇന്നലെയും 2 ഇടങ്ങളിലായി തെളിവെടുപ്പ് നടത്തിയിരുന്നു. അതായത് ഈ 2 കൊലപാതകങ്ങൾ നടത്തിയിട്ടുള്ള ഈ അഫാന്റെ സ്വന്തം വീട്ടിലും അതുപോലെ തന്നെ പിതൃമാതാവ് സൽമ ബീവിയുടെ പാങ്ങോടുള്ള വീട്ടിലുമാണ് ഇന്നലെ തെളിവെടുപ്പ് നടത്തിയത്. പാങ്ങോട് ഒരു 10 മിനിറ്റ് നേരം മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. പക്ഷേ പ്രതിയുടെ സ്വന്തം വീട്ടിൽ 2 കൊലപാതകവും 1 കൊലപാതക ശ്രമവും നടന്ന വീടാണ് പ്രതിയുടെ വീട്. അവിടെ ഏതാണ്ട് 3/4 മണിക്കൂർ നേരത്തോളം പ്രതിയെ അവിടെ നിർത്തി ഈ കാര്യങ്ങളെല്ലാം പ്രതി വിശദീകരിച്ചു. എങ്ങനെയാണ് ഈ കൊലപാതകത്തിന്റെ രീതി അടക്കമുള്ള കാര്യങ്ങൾ വിശദീകരിക്കുന്ന സാഹചര്യമുണ്ടായി. ഇന്നിപ്പോൾ പ്രധാനമായും ഈ ആയുധം വാങ്ങിയ കടയിലെത്തിച്ചു. അതുപോലെ തന്നെ ഈ മാല പണയം വെച്ച കടയിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ആയുധം ഒളിപ്പിക്കാൻ വാങ്ങിയ ബാഗ് വാങ്ങിയ കടയിലെത്തിച്ചും തെളിവെടുപ്പ് പൂർത്തിയാക്കി. ഏതാണ്ട് അരമണിക്കൂറിനുള്ളിൽ ഈ കാര്യങ്ങളെല്ലാം പൂർത്തിയാക്കിയതിനു ശേഷം ഇപ്പോൾ പാങ്ങോട് പോലീസ് സ്റ്റേഷനിലേക്ക് തന്നെ പ്രതിയെ തിരികെ എത്തിച്ചിരിക്കുകയാണ്. ഇന്ന് കമലേഷാണ് തിരുവനന്തപുരത്ത് നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസിലെ പ്രതിയെ തെളിവെടുപ്പ് പൂർത്തിയാക്കിയ ശേഷം പാങ്ങോട് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച വിവരങ്ങളാണ് കമലേഷ് നൽകിയത്.